ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ನಾನಿಂದು ಕಡಲೆಬೇಳೆದ ಮಣ್ಣಿ ಹಾಕೋ ರೆಸಿಪಿ ನಿಮಗೂ ಕಾಟಿಯಂಟುಲ್ಲ. ಈ ಮಣ್ಣಿ ಸಾಧಾರಣ ಎಲ್ಲರಿಗೂ ಇಷ್ಟ ಆಯ್ತಿಕ್ಕದು. ಈ ಕಡಲೆಬೇಳೆದ ಮಣ್ಣಿ ಮೇಕಾದವರು ಟ್ರೆಡಿಷನಲ್ ಮಣ್ಣಿ. ಇದು ಹಾಕೋಗೂ ಭಾರಿ ಈಸಿ. ಸಾಧಾರಣ ಎಲ್ಲರೂ ಚಕ್ಕರೆ ಯೂಸ್ ಹಾಕಿಟ್ಟು ಹಾಕಿದ್ದಾರೆ. ನಾನಿಂದು ಪಂತಾರ ಯೂಸ್ ಹಾಕಿಟ್ಟು ಕಾಟಿಯಂಟುಲ್ಲ. ಅದಕ್ಕೆ ಬೇನುವ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ஒரு கப்பு பச்சரி, ஒரு பச்சை தேங்காய், ஒரு கப்பு பந்தாரை, ஒரு அரை கப்பு கடಲೆಬೇಳೆ. ಫಸ್ಟಿಗೆ ಅರಿವು ಕಡಲೆಬೇಳೆ ಬೇರೆ ಬೇರೆನೆ 3-4 ಬಟ್ಟೆ ಚೆಂದ ಕಲಗಿಟ್ಟು ನಲ್ಲ ತಣ್ಣಗೆ ನೆನೆಸಿಟ್ಟು ಬೇಯ್ಕೊಂಡು ಅರಿವು 1 ಗಂಟೆ ನೆನೆಸಿಟ್ಟು ಬೇಯ್ಕೋರು. അതേപോലെ കടലಬೇಳೆ ഒരു അര ಗಂಟೆ ನೆನೆಸಿಟ್ಟು ಬೇಯ್ಕೋರು. இதுக்கு தேங்காய் பால் வேணும். அதுக்கு சர்ச்சி வச்ச தேங்காய்க்கு ஒரு மிக்ஸி ஜாருக்கு இட்டுட்டு அதில் தெரியல 1 கப்பு ಹತ್ತರ தண்ணி ಬೀತಿಟ್ಟು ಅದರದ್ದು நல்லா அரைச்சிட்டு எடுக்கணும். ಈ தேங்காய் நல்லா ಫೈನ್ ಪೇಸ್ಟ್ ಆಗೋದಿರ ತೆಲ್ಲು ತರಿ ಕುಂಪಲು ಅರ್ಚಂಗೆ ಯಾವುದು ಯಾವತ್ತೂ ಉಪ್ಪು ಹಾಕಿ ತರಕೋತೀರ ಮಂದಕ್ಕೆ ಎರಕ್ಕೊಂಡು ಇಪ್ಪ ನಮಗೆ ದೊಡ್ಡ ಮಗುಂತಾವೆ ನಾನು ತರಿ ಕೈಗೆ ಕಿಟ್ಟಿಯ ಪಲ್ಯ ಯಾವುದು പിന്നെ ഇതിലത് ഞാൻ തേങ്ങ പാൽ പുളിയായിട്ട് അത് ഒരു ബൗളിലിട്ട് പിന്നെ മിക്സി ജാറത്തിൽ തണ്ണി വീട്ടിട്ട് നല്ല അലസിട്ട് അത് വീട്ടിട്ട് കലക്കിടുക. കലക്കി അതിലത് പാൽ പുളിയായിട്ട് ഇങ്ങനത്തെ ജണ്ട് എട വെച്ചിടെ ഇത് പൊങ്ങോ തെല്ല് വലിയ പോയിന്നത് ഇങ്ങനത്തെ ഒരു അരപ്പെടുക്കടെ പിന്നെ ഒന്ന് തെല്ല് ഡബറിൽ നെട്ടിനത് ഇങ്ങനത്തെ ചായ കഴിയണം അങ്ങനത്തെ ഒരു അരപ്പെടുത്തിട്ട് അത് വയ്ക്കുക. ഇത് അരച്ച തേങ്ങയത് ഫസ്റ്റിത് അത് വലിയ അരപ്പയിൽ ഇട്ടിട്ട് ഇത് പാലെല്ലാം ഞങ്ങളിപ്പോൾ എടുക്കൊണ്ടിട്ടില്ല പാലെല്ലാം. ഇത് പാലെടുക്കുമ്പോൾ ഞങ്ങൾ കയ്യിൽ ഒത്തിട്ട് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ചട്ടനിന്ന് ഇതൊന്ന് ചെന്ന ഒത്തിട്ട് പാലെല്ലാം പോണത് പാലെല്ലാം പോയിട്ട് തേങ്ങ ഉണക്ക് ഡ്രൈ ആവിടത്. ഈ ഉണക്ക് ഡ്രൈ ആയാലും അത് എടുത്തിട്ട് വേറെ ഒരു ബൗളിൽ ഇട്ടു ഇതേപോലെ എല്ലാ തേങ്ങയും പാൽ ഇട്ട് എടുക്കണം. ഈ ഞങ്ങൾ 3 ಬಟ್ಟೆ പാൽ പുയ്യണം അവിടെ. ഫസ്റ്റ് അത് ಮಂದತ್ತ തിക്ക് പാലായിട്ട് ഇക്കത്. പിന്നെ സെക്കൻഡ് തേർഡ് ತೆಲ್ಪುಡು ಪಾಲಾയിട്ട് ಇಕ್ಕದು. ಈಗ ಎಲ್ಲರೂ ಗೊಂತಿಕ್ಕುಯಿ ತೇಂಗಡ ಪಾಲು ಹಾಕ್ರೆ ಫಸ್ಟ್ ಹಾಕಿಡೋದೆಲ್ಲ ಗೊಂತಿಕ್ಕಲ್ಲ ಅದಕ್ಕಾಯ್ತು ಆಯ್ಮ ಚೆಂದ ಬುಡ್ಪಾಟಿಟ್ಟು ಕಾಟಿ ಉಂಟುಲ್ಲ. ഇതായിട്ട് ഇക്കത് ಮಂದತ್ತು തിക്ക് പാല് തേങ്ങയുടെ പാൽ ഇത് സെപ്പറേറ്റ് എടുത്ത് വെക്കണം. ഇപ്പോൾ പാലെടുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ ಅದಕ್ಕೆ പാലത്തിൽ തണ്ണി ബീച്ചിട്ട് അത് സമ കലക്കണം. ഇങ്ങനെ കലക്കിട്ടാകുമ്പോൾ അതിലിങ്ങനെ തേങ്ങ ಅದೆಲ್ಲ ಅದು ಬುಡ್ಡು പാലിനതെಲ್ಲ ಅದು ಬುಡ್ಡು തേങ്ങ പാലെല്ലാം ബുട്ടിട്ട് പാലിനങ്ങ് കൊടുത്ത പോലെന്നെ അങ്ങനെ അത് ಸೇಮ್ അതേപോലെ പാല് ಹಾಕೋಣ. അതേപോലെ ഒത്തിട്ട് ഞങ്ങൾ എത്ര അതിന് പാലെല്ലാം കംപ്ലീറ്റ് എടുക്കണം. ഇപ്പം ഞാൻ ഇതിൽ പാലെല്ലാം എടുത്തിട്ട് ഞാൻ അത് ഇന്നർക്ക് അതേപോലെ പടുത്ത പോലെ ಇನ್ನೊಂದು രണ്ടാമത്തെ അരപ്പേൽ ഡബിൾ നെറ്റിൻ്റെ അരപ്പുണ്ടല്ലോ ಅದಕ್ಕೆ ബീത്തിട്ടാകുമ്പോൾ ഇതിൽ തെല്ല അടിയിൽ തെല്ല് ഒഴിഞ്ഞിട്ട് കാണും ഒത്തവിടെല്ലാം നിങ്ങൾ നോക്കുമ്പോൾ തെല്ല അടിയിലുണ്ട് അതോടെ അതേപോലെ അത് ഒത്തിട്ട് അതിൽ നിന്ന് അത് ആ തേങ്ങ ഇതെല്ലാം അത് എടുക്കണം. ಇದಕ್ಕೂ അതേപോലെ തെല്ല് തണ്ണി ബീത്തിട്ട് മൂന്നാമത്തെ പാല് എടുക്കണം. ഇതിൽ തെല്ലിപ്പുടെ പാലിക്കട് ഇത് സമ ഇങ്ങനെ എടുക്കണം കയ്യിൽ. ഇങ്ങനെ കയ്യിൽ ഇതാക്കിയെങ്കിൽ ഓടും ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് സമ ഞോണ്ടിയെങ്കിൽ ഓടും. ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ സമ ഇതാക്കിയെങ്കിൽ അപ്പം തേങ്ങ പാലെല്ലാം ചെണ്ട ബുട്ടുന്നത് അവിടെ അതേപോലെ ಸೇಮ್ പൊടാക്കിയ പോലെ തന്നെ റിപ്പീറ്റ് ആക്കണം. ഇത് മൂന്നാമത്തെ പട്ടത്തെ ആയിട്ടിക്കട് പാല്. ഇപ്പം ഞങ്ങൾ രണ്ടാമത്തത് മൂന്നാമത്തത് ഒട്ടുകെ പാല് ബീത്തിട്ട് വയ്ക്കണം. ഇത് ഞങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ പാലായിട്ടിക്കട് അരച്ചത് ഇതാക്കിയത് അരപ്പയിൽ അരച്ച് വെച്ചത്. ഇത് തെൽപ്പുഴ പാലായിട്ടിക്കട് ഫസ്റ്റ് അത് ಮಂದത്തെ പാലായിട്ടിക്കട്. ഇപ്പം നോക്കൂ ഇത് ಮಂದത്തെ പാലായിട്ടിക്കട്. ഇത് തെൽപ്പുഴ രണ്ടാമത്തെ മൂന്നാമത്തെ വട്ട അരച്ച് വെച്ച പാലായിട്ടിക്കട്. ഇത് ദപ്പത്തെ പാലിൽ ഞങ്ങൾ എടുത്ത് വയ്ക്കുക. ഇപ്പം നനച്ചിട്ട് വെച്ച അരി ഉണ്ടല്ലേ അതിൽ തണ്ണിയെല്ലാം നല്ല ഊറ്റണം. ഊറ്റിയിട്ട് തണ്ണി കാലി അരി ಬೇಯ್ക്കണം.
ഇപ്പം ഈ അരിക്ക് തെൽപ്പുടും മന്ദത്തെ പാറുണ്ടല്ല അത് എടുത്തിട്ട് ഒരു ജണ്ട് കയ്യിലിൻ്റെ അത്ര ಅದಕ್ಕೆ ಬೀತಿಟ್ಟು ನಂಗೆ ಇದ್ರದ್ದು ಗ್ರೈಂಡರ್ಲು നല്ല ಸಣ್ಣ ಪೇಸ್ಟ್ ಆವತ್ತೋಲು ಅದು ಅರಕೊಂಡು ಬೇರೆ ತನ್ನಿಯಂದು ಬೀತಿಟ್ಟು ಅರಕೋತೀರ ಖಾಲಿ ಇದೇ ಪಾಲೆ ನಂಗೆ ಈ ತೇಂಗಡ ಪಾಲೆ ನಂಗೆ ಯಾರಿರೋ ಸಣ್ಣ ಆವತ್ತೋಲು ಅರಕೊಂಡು இப்போ நான் கிரைண்டரில் அரைச்சி வச்ச குட்டாயிட்டு இருக்குது தெல்லும் தரி இல்லாண்ட ஸ்மூத் பேஸ்ட் ஆகிட்டு இருக்குது இதே போல் அரைச்சிட்டு எடுக்கணும் இப்போ இதுக்கு ಅದು ತೆಲ್ಪುಡ ಪಾರುಂಡಲ್ಲ ಅದೆಲ್ಲ ಬೀತணும் ಬೀತಿಟ್ಟು ಕಲಕೋರು അതേപോലെ ಫಸ್ಟ್ ದಪ್ಪದ ಪಾರುಂಡಲ್ಲ അതും ಇದಕ್ಕೆ ಬೀತಿಟ್ಟು ನಂಗೆ ಪಿಟ್ಟು ಹದ್ದು ಹಾಕೋನು പൂപ്പാലയുടെ പിട്ടൊക്കെ ഹദ്ദ് ബീക്കണം അത് നമുക്ക് പൂപ്പാലയുടെ പിಟ್ಟು ಬರಮೆ ಹತ್ತರ ಹದ್ದು ಬಿಚ್ಚಂಗೆ ಯಾವುದು ಅದಕ್ಕೆ ಇಪ್ಪ ನಂಗೆ ಅದಕ್ಕೆ ഒരു കപ്പിടത്തര പഞ്ചാര ಅದಕ್ಕೆ ഇടണം പിന്നെ തെല്ലുപ്പിടും ഉപ്പ് ಯಾರಿಡಂಡ ಮಣ್ಣಿಗೆ തെല്ലുപ്പിಟ್ಟು ಮೇಯಾವುದು ಉಪ್ಪಿಟ್ಟು ಚೆಂದ ಕಲಕಿಟ್ಟು ಅಕ್ಕುಲು ಬೇಯ್ಕೊಳ್ಳೋದು ಮೂಲಿಗೆನ ಫಸ್ಟಿಗೆ ಎಲ್ಲ ರೆಡಿಯಾಗಿ ಬೇಯ್ಕೊಂಡು ಎಣ್ಣೆನೆಲ್ಲ ಫಸ್ಟಿಗೆ ರೆಡಿಯಾಗಿ ನಾವು ಈಸಿ ಆಡೋದು ಇಲ್ಲ ಒಕ್ಕತ್ತಿಗೆ ಅದು ಕಲ್ಲು ಗಟ್ಟಿ ಬರಲ್ಲ അവിടെ അടുപ്പിൽ ബീത്തി വെച്ചെല്ലാം ಹದ್ದಾಕಿ ಫಸ್ಟಿಗೆ ರೆಡಿ ಹಾಕಿಟ್ಟು പിന്നെ അടുപ്പിൽ ಬೇಯ್ಕೊಂಡು ഈ പിട്ടിട ಹಾಲು ತೆಲ್ ಬಿಕ್ಕೊಂಡು ಹಿಂಗೆ ನೋക്കുമ്പോൾ ಗೊತ್ತಾವಡಲ್ಲಿ പൂപ്പാല പിಟ್ಟಿടತ್ತಾರೆ ನೀವು ಗೊತ್ತಾಯಿಲ್ಲ ಮೆಜರ್ ಹಾಕಿ ನೋಕೋರು ഒരു ಅಂದಾಜು ഒരു 2 ಲೀಟರ್ ಹತ್ತಿರ ಆಯ್ತು ಇಕ್ಕಡಿ പിಟ್ಟು ഇതിലൊരു 1.5 ലിറ്റർ ഉണ്ട് പിന്നെ ഇതിലൊരു 1/2 ലിറ്റർ ಹತ್ತಿರ ഉണ്ട് അങ്ങനെ അരി ഗ്രൈൻഡറിൽ അരയുമ്പോൾ ഞങ്ങൾ ഈ കടಲೆ ಬೇಳೆ എടുത്ത് ಬೇಯಿക്കണം ಅದಕ್ಕೆ ಈ തണ്ണിയതെല്ലാം ഫസ്റ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് പിന്നെ ಅದಕ್ಕೆ നല്ല ಬೇರೆ തണ്ണി വീത്തിട്ട് അത് കുറച്ചെല്ലാം ഉപ്പിട്ടിട്ട് ಬೇಯಬೇಕು ಯಾರು ಉಪ್ಪಿಡ್ತೀರಾ ತೆಲ್ ಮಣ್ಣಿನ ಉಪ್ಪಿಕ್ಕದಲ್ಲೇ ತೆಲ್ಲು ತಣ್ಣಿ ಬಿಚ್ಚಿಟ್ಟು ಬೇಯಬೇಕು 10-15 ಮಿನಿಟ್ ಬೆಂದೆಂದು ಮೇಯ ನಾವು ತೊಡುമ്പോൾ ಅತ್ತಲ್ಲಿ ಕೈಯಲ್ಲಿ ഇങ്ങനെ ಬೆರಳಕ್ಕೆ ಹಾಕುമ്പോൾ ಅದು ಕಟ್ಟಾಯ അത്രയും മേയാടും പിന്നെ അത് മണ്ണിലിട്ട് ബെരകുമ്പോൾ അതിലൊಂತೆಲ್ಲು ಬೇಯೋಡದು ഞാറെ ಬೇಬಾಟಿ ಅದು ಮಣ್ಣಿൽ കലങ്ങിയ പോലെ ആടും ഇപ്പം ನಾವು മണ്ണിൽ ಬೆರಗೋದಾയിട്ട് ಗ್ಯಾಸನ್ನು ದಪ್ಪತ್ತು ಎಲೆ വെച്ച് ಅದಕ್ಕೆ 3 ಸ್ಪೂನು നെയ്യ് ബീത്തിട്ട് 3 ടേബിൾ സ്പൂൺ ಹತ್ತಿರ ಹೊಟ್ಟೆ ಇಟ್ಟಿಟ್ಟು നല്ല ಫ್ರೈ ആക്കിയിട്ട് എടുക്കಡೆ ഇപ്പോൾ ಕೊಟ್ಟೆ ಫ್ರೈ ಆಕಿಟ್ಟು എടുത്തിಗೆ ನಾನು ಈ ಹದ್ದಾಕಿ ಬೆಚ್ಚ പിട്ടുണ്ടല്ലേ അതും ബീത്തിട്ട് കൈ ಬಿಡಾಂಟೆ നല്ല ബരല്ല ചെല്ലും കൈ ಬಿಡೋದು ತೀರ കൈ ಬಿಟ್ಟಿട്ടാകുമ്പോൾ അത് അടി പിടിക്കുന്നത് പിന്നെ ಎಲ್ಲ ಉಂಡುಂಡಾയിട്ട് ಮುದ್ದೆಗೆ ಇಡ್ತದೆ പിന്നെ ಕಡಲೆಬೇಳೆ ಬೇಬಾಟಿ ತನ್ನಿ ನೀವು ಅದಕ್ಕೆ ತೆಲ್ಲು ಬೀಟணும் ಆ ಕಡಲೆಬೇಳೆ ಬೇಬಾಟಿ ತನ್ನಿ ತೂಯೋ ತೀರ ಮಣ್ಣಿ ಪ್ಯಾಕೋತೋಳು ಇನ್ನಂತ ಹ್ಯಾಂಡ್ ವಿಸ್ಕಿಲೆ ಚಂದ ಅದರದ್ದು ಕಲಕ್ಕೊಂಡು ಇದ್ರ ಬೆರಗೆ ಮಣ್ಣಿಂದು ಉಂಡೆ ಕೆಟ್ಟಿಲ್ಲ ಚಂದ ನೀಟಾയിട്ട് ನಾವು മണ്ണിಗೆ ഇട്ട് പിന്നെ നന്നായിട്ട് പാച്ചൊക്കെ ശുരുവായിട്ടാൽ പിന്നെ ഇങ്ങനത്തെ കയ്യിലിട്ടിട്ട് നല്ല കുറച്ചെല്ലാം വിടാണ്ട് വിറക്കണം മണ്ണ് നല്ല പാക്കുമ്പോൾ അത് പാറൊക്കെ ശുരുവാകും അപ്പോൾ ಅದಕ್ಕಾയിട്ട് ഞങ്ങൾ കൈക്ക് പാറുണ്ട് ഇങ്ങനത്തെ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ഞങ്ങൾ ഇതിലിങ്ങനെ പിടിച്ചിട്ട് മണ്ണി വിറക്കണം ഇത് വിട്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കില്ല കൈക്ക് പാറ് കൈക്ക് വെച്ച് തട്ടുണ്ടെന്നും പേടിക്കില്ല ഇങ്ങനെ വിറകുമ്പോൾ ഞങ്ങൾ സൈഡിലെന്ത് ഞങ്ങൾ ಅದು ನಾವು ಎಡ್ತೊಂಡು ಇಟ್ಕೊಂಡು ಇಲ್ಲೆಂಗ ದೌಡೆಗೆ ನನ್ನ ಮರಗಳನ್ನ ಅಡ್ತಿ ಅದು ಎರ್ತಿಲ್ಲ ದೌಡೆ ಕಲ್ಲಾയിട്ട് ಇಕ್ಕಡು ಈಗ ഇപ്പോൾ ನಾನಿದು 1/2 ಗಂಟೆ ಬೆರಗೆತ್ತರ ಮಣ್ಣು ಯಾರು ಸುವಾದಾಯ ಪೋಂಡು ഇപ്പോൾ ನಾನು ಬೇಬಾಟಿಯೋ ಕಡಲೆ ಬೇಳೆಡೋ ಇಡ್ರೆ ಇದಿಟ್ಟು നല്ല ಮಿಕ್ಸ್ ಹಾಕೊಂಡು ಈ ಕಡಲೆ ಬೇಳೆ ಅದೇ ಬರ ಈ ಮಣ್ಣಿಲ್ಲ നല്ല ಬೆರಗಿಟ್ಟು ಈ ಕಡಲೆ ಬೇಳೆ ಸುವಾದೆಲ್ಲ ಈ ಮಣ್ಣಿಗೆ ಕಿಟ್ಟೋಣ ಈ ಕಡಲೆ ಬೇಳೆ ಇಟ್ಟಿದ್ರೆ 1/4 ಗಂಟೆ ಬೆರಗೆ ನಾನು ഇപ്പോൾ ಇದಕ್ಕೊಂದು 1/4 ಕಪ್ ಕೊಡ್ತಾರೆ നെയ്യ് ಬಿದ್ದಿಯೇ ಇದು ಅದೇ ಪಲ್ಯ ಈ നെയ്യും മഞ്ഞയും അതേപോലെ ആവത്തോളം ഇത് ಚಂದ ಮಿಕ್ಸ್ ಹಾಕೋದು ಮಣ್ಣೆಲ್ಲ ಈ ನೀರು ಎಲ್ಲ ಬಲಿಕೋತೋಳು ಇದನ್ನೆಲ್ಲ ಮಿಕ್ಸ್ ಹಾಕೋದು ഇപ്പോൾ ಇದಕ್ಕೆ ನಾನು 1 ಟೀ ಸ್ಪೂನ್ ಎಳ್ತರ ಪುಡಿ ಇಟ್ಟರೆ ಎಳ್ತರ ಪುಡಿ ಇಟ್ಟಿಟ್ಟು നല്ല ಬೆರಗಿಟ್ಟು ಮಣ್ಣಿಗೆ ಎಳ್ತರ ಪುಡಿ ಒಟ್ಟು ಮಿಕ್ಸ್ ಆಗಿಟ್ಕೊಂಡು ಹಾಕೋದು ನಾನು മണ്ണിൽ മിക്സ് ആയിട്ട് അത് കമ്മണಲ್ಲಿ മണ്ണിൽ ഇട്ടിടും പിന്നെ ഇപ്പോൾ ഫ്രൈ ആക്കി വെച്ചിട്ടിരുന്ന കൊട്ട ഇട്ടിട്ട് അതും അതേപോലെ എല്ലാം മിക്സ് ആക്കിയിട്ട് എടുക്കണേ ഇപ്പോൾ ನಾವು ಕಡಲೆ ಬೇಳೆ ಮಣ್ಣಿ ರೆಡಿ ಆಯಿತು ನಾನಿದು ಗ್ಯಾಸ್ ಆಫ್ ಆಕಿಟ್ಟು ಬೆಚ್ಚನ್ನು ಅಪ್ಪಂದು നെയ്യ് തോത്തി വെച്ച് ഒരു എടുത്തിട്ട് ഇങ്ങനെ ബീത്തത് പിന്നെ അതിൽ ഒരേപോലെ ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് ನಾನು ಕೊಡ್ಕೊಡೆ ഇപ്പോൾ ഈ മണ്ണി നീറ്റ് കാണാനായിട്ട് ನಾನು കയ്യിൽ നെയ്യ് ബീത്തിട്ട് ഒരേപോലെ
ഈവനായിട്ട് സ്പ്രെഡ് ആക്കട്ടെ. ഇത് ചെന്ത കാണുമ്പോഴായിട്ട് ഞാൻ ഫ്രൈ ആക്കി വെച്ച് ക്യാഷ് എടുത്തിട്ട് ആ മണ്ണിയുടെ മേലിട്ടിട്ടேன். ഇപ്പോൾ സോഫ്റ്റായ നല്ല ടേസ്റ്റിയായ കടലബേരുടെ മണ്ണി റെഡി. ഈ മണ്ണിടത്ത് ഞാൻ ഒരു ಗಂಟೆ ಮುಂಬೆರಗೋನು ಕೊರಡಿ ಚೆಂದಿട്ട് ഒരു 3/4 ಗಂಟೆ ಮುಂಬೆರಗೋನು. ಬೆರಗೆತ್ತರ ಈ ಮಣ್ಣಿ ಹಲ್ವತ್ತ ಪರಾಯಂ ಪೋಂಡು. ನಾನಿപ്പോൾ ഈ മണ്ണിടത് ഒരു ಗಂಟೆ നേരെ ಬೆರಗಿದೆ. ചപ്പയിൽ പിന്നെ ഞാൻ ഈ മണ്ണിടത് വേണ്ട ഷേപ്പൊക്കെ കട്ടാക്കണം. ഈ മണ്ണിടത് ഒക്കെ എല്ലാവരും ട്രൈ ആക്കി നോക്കൂ. അതേപോലെ തന്നെ ലൈക്ക് ആക്കോರು, സബ്സ്ക്രൈബ് ആക്കോರು, പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്ಗೆ എല്ലാവർക്കും ഷെയർ ആക്കോರು. എൻ്റെ ഈ വീഡിയോ നോക്കി എല്ലാവർക്കും താങ്ക്സ്. അസ്സലാമു അലൈക്കും.